ഈ പ്രതിസന്ധി തന്നിരിക്കുന്ന ദൈവത്തോട് തന്നെ പ്രതിസന്ധി നീക്കാൻ നിങ്ങൾ എത്രമാത്രം വിശ്വാസം കൊണ്ടായിരിക്കും പ്രാർത്ഥിക്കുന്നത്? നിങ്ങളെ ഉപദ്രവിക്കുന്ന ആളുടെ അടുത്ത് സഹായത്തിനായിട്ട് നിങ്ങൾ ചെല്ലാറുണ്ടോ? ഇൻ കേസ് അങ്ങനെ പോകാനുള്ള ഒരു ദുർഗതി നിങ്ങൾക്ക് വന്നാലും എത്രമാത്രം വിശ്വാസത്തോടെ ആയിരിക്കണം നിങ്ങൾ ആ ആളുടെ മുമ്പിൽ ചെല്ലുന്നത്? എത്ര കണ്ട് സഹായം എക്സ്പെക്ട് ചെയ്തായിരിക്കും ആ ആളുടെ അടുത്ത് ചെല്ലുന്നത്? ഈ ഉദാഹരണം പറഞ്ഞുകൊണ്ട് ഞാൻ നിങ്ങളോട് ഒരു ചോദ്യം ചോദിക്കാൻ ആഗ്രഹിക്കുന്നു. പലരും പറഞ്ഞു നടക്കുന്നത് പോലെ ദൈവത്തിൽ നിന്ന് നന്മകൾ മാത്രമല്ല തിന്മകളും നമ്മൾ എക്സ്പെക്ട് ചെയ്യണം. തിന്മകൾ എന്ന് വെച്ചാൽ ദോഷങ്ങളും അല്ലെങ്കിൽ കഷ്ടം പിടിച്ച സമയങ്ങളും പരീക്ഷണങ്ങളും ഒക്കെ എന്ന് പറഞ്ഞു നടക്കുന്ന ഈ മെസ്സേജസുകളൊക്കെ നിങ്ങൾ ഹൃദയത്തിൽ വിശ്വസിച്ച് പലതരത്തിലുള്ള പരീക്ഷണങ്ങളിൽ കൂടി കടന്നു പോകുമ്പോൾ ഇത് ദൈവത്തിന്റെ വിധിയാണ്, ഇത് ദൈവത്തിന്റെ ഇഷ്ടമാണ് എന്നൊക്കെ പറഞ്ഞ് നടക്കുകയാണെങ്കിൽ ഈ പ്രതിസന്ധികളിൽ നിന്നും പുറത്തു കടക്കാൻ വേണ്ടി നിങ്ങൾ ദൈവത്തിൽ എങ്ങനെയാണ് വിശ്വാസം വെക്കുന്നത്? ഈ പ്രതിസന്ധി തന്നിരിക്കുന്ന ദൈവത്തോട് തന്നെ പ്രതിസന്ധി നീക്കാൻ നിങ്ങൾ എത്രമാത്രം വിശ്വാസത്തിൽ കൊണ്ടായിരിക്കും പ്രാർത്ഥിക്കുന്നത്? ഇങ്ങനെയുള്ള തെറ്റായ ബോധ്യമാണ് നമ്മുടെ മനസ്സിൽ ദൈവത്തെക്കുറിച്ച് ഉള്ളതെങ്കിൽ ഒരു വിശ്വാസവും ഇല്ലായിരിക്കും നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ. നമ്മുടെ ഡൗട്ടോടുകൂടിയായിരിക്കും ദൈവം ഇത് മാറ്റി തരുമോ, ഇത് ദൈവത്തിന്റെ ഇഷ്ടമായിരിക്കത്തില്ലേ എന്നുള്ള ആ ഒരു ചിന്തയോടുകൂടിയാണ് നമ്മൾ പ്രാർത്ഥിക്കുന്നതെങ്കിൽ നമ്മുടെ വിശ്വാസം പോയിരിക്കുന്നു. ഇങ്ങനെയുള്ള വിശ്വാസം പറഞ്ഞു നടക്കുന്നവര് അവരെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. പലപ്പോഴും അവരുടെ നോട്ടം ഈ പഴയ നിയമത്തിലായിരിക്കും. ബൈബിൾ എന്ന് പറയുന്നത് പഴയ നിയമം പുതിയ നിയമമാണ്. ഈ പഴയ നിയമത്തിന്റെ പേര് അനുശാസിക്കുന്നത് പോലെ തന്നെ അത് പഴയ നിയമമാണ്. ഈ പഴയ നിയമത്തിൽ നിന്ന് മാറി നമ്മൾ പുതിയ നിയമത്തില് യേശുവിൽ നമ്മുടെ കണ്ണ് നടുമ്പോഴാണ് നമുക്ക് ഇന്നത്തെ ഈ പുതിയ നിയമത്തിന്റെ കാലത്തെ യാഥാർത്ഥ്യങ്ങൾ മനസ്സിലാകുന്നത്. യോഹന്നാൻ 10:10 യേശു പറഞ്ഞിരിക്കുന്ന പോലെ ഞാൻ വന്നിരിക്കുന്നത് നിങ്ങൾക്ക് ജീവൻ, നല്ല ജീവൻ, ലൈഫ് ആൻഡ് ലൈഫ് ഇൻ അബണ്ടൻസ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഈ നല്ല ജീവൻ നൽകാനാണ് യേശു വന്നിരിക്കുന്നത്. ഈ നല്ല ജീവൻ എന്ന് പറയുന്നത് ഇറ്റേണൽ ലൈഫ് മാത്രമല്ല. ഈ ലോകത്തിലെ യാതനകളും നരകതുല്യമായ ജീവിതമൊക്കെ അനുഭവിച്ചു കഴിഞ്ഞിട്ട് നമ്മൾ മരിച്ചു ചെല്ലും ഇറ്റേണൽ ലൈഫ് മാത്രമല്ല ദൈവം കരുതി വെച്ചിരിക്കുന്നത്. ഒന്ന് ആലോചിച്ച് നോക്കുക, ആദമിനെ ഈ ഭൂമിയിൽ ദൈവം കൽപ്പിച്ചാക്കിയത് ഏദൻ തോട്ടത്തിലാണ്. ഇതുപോലെ തന്നെ ഇസ്രായേൽ മക്കളെ ദൈവം നയിച്ചത് പാലും തേനും ഒഴുകുന്ന കനാൻ തോട്ടത്തിലേക്കാണ്. ഇതേ ദൈവം നിങ്ങളെ ഓരോരുത്തരെയും ലൈഫ് ആൻഡ് ലൈഫ് ആൻഡ് അബണ്ടൻസിലേക്ക് നയിക്കാൻ ആഗ്രഹിക്കുന്നു. ദൈവത്തിൽ പൂർണ്ണമായിട്ട് വിശ്വസിക്കുക, ദൈവത്തെ ആദ്യം മനസ്സിലാക്കുക. ഈ ദൈവത്തിന്റെ ക്യാരക്ടർ, ദൈവം എന്താണ് നിങ്ങളുടെ ജീവിതത്തിൽ ഇച്ഛിക്കുന്നത് എന്നുള്ള ആ ഒരു യാഥാർത്ഥ്യം മനസ്സിലാക്കുമ്പോഴാണ് ദൈവത്തിൽ അടിയുറച്ച് വിശ്വസിക്കാൻ നിങ്ങളെ പ്രേരിപ്പിക്കുന്നത്. ഈ ഒരു ഘടകമാണ് ദൈവത്തിന്റെ സ്നേഹവും ദൈവത്തിന്റെ ഇച്ഛയും എന്താണെന്ന് മനസ്സിലാക്കുമ്പോഴാണ് നമുക്ക് ഏറ്റവും കൂടുതൽ വിശ്വാസത്തിൽ അടിയുറച്ച് പ്രതിസന്ധികളിൽ കൂടി കടന്നു പോകുമ്പോൾ നിൽക്കാൻ സാധിക്കുന്നത്. ഇങ്ങനെയുള്ള യാഥാർത്ഥ്യം മനസ്സിലാക്കിയത് കൊണ്ട് മാത്രമാണ് ഞാൻ എന്റെ ജീവിതത്തിൽ വന്ന ഒരു വലിയ പ്രതിസന്ധിയിൽ കൂടി കടന്നുപോയി അതിൽ നിന്നൊക്കെയും എനിക്ക് യേശു വിടുതൽ തന്നത്. മറ്റൊരു വചനം കൂടി ഞാൻ ഇന്ന് പറയാൻ ആഗ്രഹിക്കുന്നു. യാക്കോബ് 1:7 ഇതിൽ വളരെ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട്, എല്ലാ നന്മകളും ദൈവത്തിൽ നിന്ന് വരുന്നു. ഓൾ ഗുഡ് തിങ്സ് കം ഫ്രം ഹെവൻ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഓൾ പെർഫെക്റ്റ് ഗുഡ് ഗിഫ്റ്റ്സ് കം ഫ്രം ദ ഹെവൻലി ഫാദർ. യാക്കോബ് 1:7 ഇതിന്റെ മുമ്പിലത്തെ വാക്യമാണ്, നിങ്ങൾ വഞ്ചിക്കപ്പെടാതെ ഇരിക്കുക. ഹോശേയ 4:6 വളരെ വ്യക്തമായിട്ട് ദൈവം പറഞ്ഞിട്ടുണ്ട്, എന്റെ ജനം നശിച്ചു പോകുന്നത് പരിജ്ഞാനമില്ലായ്മയാണെന്ന്, അല്ലെങ്കിൽ മൈ ചിൽഡ്രൻ ആർ ലോസ്റ്റ് ഡ്യൂ ടു ദർ ഇഗ്നോറൻസ്. ഇങ്ങനെയുള്ള ഇഗ്നോറന്റ് ആയിട്ടുള്ള ചിന്താഗതികൾ നിങ്ങളുടെ മനസ്സിലുണ്ടെങ്കിൽ അതൊക്കെ മാറ്റി ദൈവത്തിൽ വിശ്വസിക്കുക. ദൈവം നിങ്ങൾക്ക് നന്മകൾ മാത്രം തരാൻ ആഗ്രഹിക്കുന്നവനാണ്. ഓൾ ബാഡ് തിങ്സ് കം ഫ്രം enemy, that is Satan. ഇത് മനസ്സിലാക്കുമ്പോൾ ബാക്കിയുള്ള വിശ്വാസമൊക്കെ നിങ്ങൾക്ക് വരും. നിങ്ങൾ ഈ വചനത്തിൽ തന്നെ പറയുന്നുണ്ട് പ്രതിസന്ധികളിൽ കൂടി കടന്നു പോകുമ്പോൾ എന്തൊക്കെ ഇൻസ്ട്രക്ഷൻസ് ആണ് ഫോളോ ചെയ്യുന്നതെന്ന്. ഏറ്റവും കൂടുതൽ എല്ലാവരും പറയും വിശ്വസിക്കുക. പക്ഷെ എങ്ങനെയാണ് വിശ്വസിക്കുക എന്നത്, പ്രാക്ടിക്കലായിട്ട് എങ്ങനെയാണ് വിശ്വാസം നിങ്ങൾ പ്രകടിപ്പിക്കുക എന്ന് പറയാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. കാരണം വലിയ പ്രതിസന്ധികളിൽ കൂടി കടന്നു പോയപ്പോൾ ഈ വചനം മാത്രമായിരുന്നു എനിക്കുണ്ടായിരുന്ന ആയുധം. ആ വചനത്തിൽ ഊന്നി വിശ്വസിച്ച് ആ വചനം പറയുന്ന ഇൻസ്ട്രക്ഷൻസ് ചെയ്തതുകൊണ്ട് തന്നെയാണ് ഞാൻ ഇന്ന് ജീവിച്ചിരിക്കുന്നത് പോലും. ഇന്ന് എന്നെ പോലെ ദുരിതം അനുഭവിക്കുന്ന വളരെയധികം പ്രതിസന്ധികളിൽ കൂടി കടന്നുപോയിക്കൊണ്ടിരിക്കുന്ന ഹോപ്പ്ലെസ് സിറ്റുവേഷൻസിൽ കൂടി കടന്നുപോയിരിക്കുന്ന ആരെയൊക്കെയോ എൻകറേജ് ചെയ്യാനും അവരുടെയൊക്കെ സിറ്റുവേഷൻസിനെ മാറ്റിമറിക്കാൻ ദൈവത്തിൽ വിശ്വാസം കൂടുതൽ വരുത്താൻ വേണ്ടി ദൈവം എന്നിൽ കൂടി ആഗ്രഹിക്കുന്നു. അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെയുള്ള കാര്യങ്ങൾ പറയുന്നത്. സാധാരണ ആൾക്കാർ പറയുന്നുണ്ട് പാപം ചെയ്യരുത് എന്ന് ഇങ്ങനെയുള്ള മെസ്സേജസുകളല്ല ഞാൻ കൂടുതലായിട്ടും പറയാൻ ആഗ്രഹിക്കുന്നത്. പ്രതിസന്ധികളിൽ കൂടി കടന്നു പോകുമ്പോൾ നഷ്ടങ്ങളും കഷ്ടങ്ങളും രോഗങ്ങളും ദുരിതങ്ങളും വരുമ്പോൾ എങ്ങനെയാണ് വചനത്തിൽ അടിയുറച്ച് വിശ്വസിച്ച് ഈ പ്രതിസന്ധികളിൽ നിന്ന് പുറത്തു വരുന്നത് എന്നതാണ് എനിക്ക് ഏറ്റവും കൂടുതൽ പറയാനുള്ളത്. ബിക്കോസ് ദാറ്റ് ഇസ് വാട്ട് ഐ ഹാവ് ലേൺ ത്രൂ മൈ ലൈഫ്. കം fall in love with this word and
fall in love with Jesus.